ഇന്ന് നമുക്ക് പ്രീമിയം റേഞ്ചിൽ വരുന്ന കുറച്ച് സിൽക്ക് ഓർഗൻസ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ഡിസൈൻസിലും ഡിഫറെൻറ്റ് പാറ്റേൺസിലും വന്നിരിക്കുന്ന സെറ്റ്സ് ഉണ്ട്. പ്രീമിയം റേഞ്ചിൽ വരുന്ന സെറ്റ്സാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്ന സിൽക്ക് ഓർഗൻസയിൽ ഇത് പ്യുവർ സിൽക്ക് ഓർഗൻസ ആട്ടോ, അല്പം ടിഷ്യൂവും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള പ്യുവർ സിൽക്ക് ടിഷ്യൂ ഓർഗൻസയിൽ വന്നിരിക്കുന്ന സെറ്റ്സാണ്. അതിൻ്റെ ബോഡിയിൽ കണ്ടോ ഇതേപോലെ ഒരു സീക്വൻസിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക്, ഇതിൻ്റെ ആ ഒരു വർക്ക് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ വർക്കാണ്. അതിനകത്ത് കട്ട് ബീഡ്സും സീക്വൻസും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഹെവി വർക്കാട്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്കുമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 11,750. 11,750 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ അല്പം ഒരു ഒണിയൻ പിങ്ക് ആൻഡ് ഒരു പീച്ച് ബ്ലെൻഡ് ചെയ്ത പോലെ അങ്ങനെ ഒരു ഷെയ്ഡ്. എക്സാക്റ്റ് ഒണിയൻ പിങ്കും അല്ല, ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എക്സാക്റ്റ് ഒണിയൻ പിങ്ക് അല്ല, ഒണിയൻ പിങ്കിനോട് ചേർന്ന ഒരു ഷെയ്ഡ്, നല്ല രസമുള്ള ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുമ്പോൾ സ്ലീവിൽ കൊടുക്കാനായിട്ടും ഇതേപോലെ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഒരു ഇറഗുലർ സ്കാലപ്പ് പാറ്റേണും ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ ആ സീക്വൻസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു വർക്കാട്ടോ അത്. അതും നല്ല ക്വാളിറ്റിയുള്ള സീക്വൻസിലുള്ള വർക്കാണ്. ദുപ്പട്ടയാണെങ്കിലും അതേപോലെ അതിൻ്റെ സ്കാലപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്കാലപ്പിൽ കൂടെ തന്നെ ആ ഒരു ഹാൻഡ് വർക്ക് ഇതേപോലെ കൊടുത്തിരിക്കുക. എന്നിട്ട് ബോഡിയിലും ടോപ്പിലും വരുന്ന അതേ വർക്ക് വന്നിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടോ. അടുത്തത് വരുന്നത് നമുക്ക് സിൽക്ക് ഓർഗൻസയിൽ തന്നെ ഒരു പേൾ ക്രീം ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്, ഭയങ്കര പ്രീമിയം ലുക്കിൽ നിൽക്കുന്ന സെറ്റ്സ്. അതിൻ്റെ ബോഡിയിൽ കണ്ടത് ഇതേപോലെയുള്ള ഒരു നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി, ത്രെഡിൻ്റെ എംബ്രോയിഡറിയും അതിൻ്റെ നടുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി. ഇതിൻ്റെ ബോട്ടം ഇതിനകത്ത് തന്നെയുണ്ട്, സെയിം ടോണിൽ വന്നിരിക്കുന്ന ബോട്ടം. അതിൻ്റെ ലോവർ പോർഷനിൽ ഇതേപോലെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഇതിൻ്റെ റേറ്റ് വരുന്നത് 8,490. ദുപ്പട്ട കണ്ടോ, ദുപ്പട്ടയും അതേപോലെ തന്നെ പ്യുവർ സിൽക്ക് ഓർഗൻസയിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഇത് ടിഷ്യൂ ബ്ലെൻഡ് അല്ല കേട്ടോ, ആദ്യം കാണിച്ചതായിരുന്നു ടിഷ്യൂ ബ്ലെൻഡ്. ഇത് പ്യുവർ സിൽക്ക് ഓർഗൻസ മാത്രം. അതിനകത്ത് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. ഒരു പേൾ ക്രീം ഷെയ്ഡിൽ നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയൊക്കെയുള്ള ഒക്കേഷൻ ഇടാൻ ബ്യൂട്ടിഫുൾ സെറ്റ്സ്. അടുത്തത് വരുന്നതും അതേ പാറ്റേൺ തന്നെ. ഇതിൻ്റെ വർക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലോവർ പോർഷൻ വരുന്നത്. ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിരിക്കും. ദുപ്പട്ട വരുമ്പോൾ അതേപോലെ തന്നെ ആ സെയിം കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. പേൾ ക്രീം ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സെറ്റ്സ്. പേളിൻ്റെ ഒരു ക്രീം ഷെയ്ഡല്ലേ, ആ ഒരു ഷെയ്ഡ് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡ്. ഇത് കണ്ടോ, നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക്. ഇതിൻ്റെ വർക്ക് കണ്ടോ, ബോഡിയിൽ ഇതേപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ട് ഫുൾ ബോഡിയിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ, ലോവർ പോർഷനിൽ ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈനും എംബ്രോയിഡറിയുടെ ഡിസൈനും കൂടെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8,950. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ദുപ്പട്ട വരുമ്പോൾ കണ്ടോ, ദുപ്പട്ടയുടെ ബോഡിയിൽ ഒരു നെഗറ്റീവ് പ്രിൻറ്റും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട്. ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുപ്പട്ടയിലും. അതായത് ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലേ, അതിൻ്റെ കുറച്ചും കൂടെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരും ഈ ഒരു ഗ്രീൻ. കറക്റ്റ് കളറാണോ വീഡിയോയിൽ? അപ്പോൾ ഇതൊക്കെ നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അടുത്തത് വന്നിരിക്കുന്നതും സിൽക്ക് ഓർഗൻസയിൽ തന്നെ ക്രീം ഷെയ്ഡ്, ആ പേൾ ക്രീം ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ ഫ്ലോറൽ ഡിസൈനും എംബ്രോയിഡറി വർക്കും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറൽസും ഉണ്ട്, എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ്
എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 9690. 9690. ബാക്ക് സൈഡ് ഈ ഫ്ലോറൽ ഡിസൈൻ വരും കേട്ടോ. ബാക്ക് സൈഡിൽ ഈ ഫ്ലോറൽ ഡിസൈൻ വരും, എംബ്രോയ്ഡറി ഇല്ലെന്നേ ഉള്ളൂ. ദുപ്പട്ട കണ്ടോ, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ബോത്ത് സൈഡ്സ് നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക്. ഇതിൻ്റെ വർക്ക് നല്ല ഫിനിഷിങ് ആട്ടോ. എന്നിട്ട് ബോഡിയിൽ ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ സ്ട്രൈപ്സ് പാറ്റേണും എംബ്രോയ്ഡറി വർക്കും കൂടെ ബോത്ത് 4 സൈഡിലും ദുപ്പട്ടയിൽ വർക്ക് വന്നിട്ടുണ്ട്. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ. അടുത്തത് സെയിം പാറ്റേൺ തന്നെ, കളർ മാത്രം വ്യത്യാസമുണ്ട്. ഒരു പേസ്റ്റൽ ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വരും. ദുപ്പട്ട നല്ല റിച്ച് ലുക്കിൽ വരുന്ന ദുപ്പട്ട. ബോട്ടം സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. അടുത്തത് വരുന്നതും സിൽക്ക് ഓർഗൻസയിൽ തന്നെ ഇതേപോലെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേൺ, ഒരു ലൈറ്റ് ഗ്രീനിഷ് ടോൺ, ഒരു പിസ്ത ഗ്രീനോടൊക്കെ ചേർന്ന ഒരു ടോൺ. അതിൻ്റെ ലോവർ പോർഷനിൽ ഇതിപ്പോൾ നമുക്ക് ലോവർ പോർഷനിൽ വയ്ക്കണമെങ്കിൽ ലോവർ പോർഷനിൽ വയ്ക്കാം. അല്ല ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്ക്കണമെങ്കിൽ ഇങ്ങനെയും തയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് യോക്കിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ തയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും തയ്ക്കാം. യോക്കിലേക്ക് വെച്ച് തയ്ക്കുമ്പോൾ കിളി തിരിഞ്ഞിരിക്കും. ഇങ്ങനെ തന്നെ തയ്ക്കുന്നതായിരിക്കും നല്ലത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടവും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8490. 8490. ദുപ്പട്ട വരുമ്പോൾ അതേ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട. എന്നിട്ട് വൺ സൈഡ് നല്ല ആ ബോട്ടത്തിൻ്റെ താഴെ വന്നിരിക്കുന്ന അതേ എംബ്രോയ്ഡറി വൺ സൈഡ് ഹെവി ആയിട്ട് കൊടുത്തിട്ട് ബാക്കി സൈഡിലേക്ക് ഇതേപോലെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നു. ഇതും പ്യുവർ സിൽക്ക് ഓർഗൻസയിൽ തന്നെ വന്നിരിക്കുന്ന സെറ്റ്സ്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ബേജ് ടോണിൽ ഇങ്ങനെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒതുക്കവും തോന്നും, നമുക്ക് ലെങ്ത്തും ഹൈറ്റും തോന്നും കേട്ടോ. ഇതാണ് ദുപ്പട്ട. സെയിം ടോണിൽ വരുന്ന ബോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ബേജ്, നല്ലൊരു ബിസ്ക്കറ്റ് ടോൺ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ബേജ്. ലാസ്റ്റ് പീസ് വരുന്നത് ഒരു പിങ്ക്. ലാസ്റ്റിൽ ഒന്നുകൂടെ ഉണ്ടല്ലേ, നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഈ പിങ്കൊക്കെ. അല്പം ഒരു ലാവൻഡർ ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലത്തെ പിങ്കില്ലേ. ദുപ്പട്ടയൊക്കെ അടിപൊളിയാട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ. നോക്കി, നല്ലൊരു സ്കൈ ബ്ലൂ, ബേബി ബ്ലൂ ഒക്കെ ബ്ലെൻഡായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ടോൺ. ഒരു ബാപ്റ്റിസത്തിനൊക്കെ ഇട്ടാലും നല്ല അടിപൊളിയായിരിക്കും ഇതൊക്കെ. പ്യുവർ സിൽക്ക് ഓർഗൻസയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്രീമിയം റേഞ്ചിൽ വന്നിരിക്കുന്ന സിൽക്ക് ഓർഗൻസ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.